ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. NMS ആപ്പ് പലരും ചെയ്യുന്നുണ്ടെങ്കിൽ പലരും പല തെറ്റുകളും വരുത്തുന്നുണ്ട്. അപ്പം പലർക്കും പല സംശയങ്ങളുണ്ട് NMS ആപ്പ് ചെയ്യുന്നതിൽ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. NMS ആപ്പ് എങ്ങനെ ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷം എങ്ങനെ ചെയ്യാം എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ അതിൽ സമയം സ്പീഡിൽ പറഞ്ഞു പോയെന്ന് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും NMS ആപ്പിനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു യൂസർ നെയിമോ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ആയതിനു ശേഷം ലോഗിൻ ആയാൽ 3 വര കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇടത്ത സൈഡിൽ 3 വര കാണിക്കും. അതിനു ശേഷം ഡൗൺലോഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് മസ്റ്റോൾ ഇഷ്യൂ ഡാറ്റ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മസ്റ്റോളെല്ലാം ഡൗൺലോഡ് ചെയ്യും. പിന്നെ ഓക്കെ കൊടുക്കുക. നിങ്ങൾ ആഴ്ചയിൽ എന്നാണോ മസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ദിവസം മാത്രം ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. അതായത് ഒരു മസ്റ്റോൾ എന്നാണോ തുടങ്ങുന്നത് വെച്ചാൽ തുടങ്ങുന്ന അന്ന് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. എന്തെങ്കിലും ഓൾറെഡി അപ്ലോഡഡ് ഇഷ്യൂ എന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ ഡാറ്റ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം രണ്ടാമത് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്താൽ മതി. അതിനുശേഷം ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് കാണിക്കും. അതിൽ രണ്ടാമത് ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. പിന്നെ ലൊക്കേഷനൊക്കെ എനേബിൾ ചെയ്യാം. ലൊക്കേഷൻ എനേബിൾ ആയിട്ടില്ലെങ്കിൽ ഒന്ന് സെറ്റിങ്സ് പോയിട്ട് എനേബിൾ ചെയ്യാം. പിന്നെ ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് എന്നുള്ളത് കൊടുത്താൽ മതി. ഇപ്പോൾ തൊട്ടതായ വർക്ക് കോഡും മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യാൻ വരും. നിങ്ങൾ അത് എത്ര മീറ്റർ പരിധിക്കുള്ളിലാണോ ഓവർസീർ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ അത് ഫോട്ടോ എടുത്ത് അതേ സ്ഥലത്ത് നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ മീറ്റേഴ്സ് 10 മീറ്ററിൽ കൂടുതലൊക്കെ കാണിക്കണം. കുറച്ച് നീങ്ങി മുന്നോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി നിന്ന് നോക്കുക. ഇതിൽ ഫസ്റ്റ് കിട്ടിയ 28 കിലോമീറ്റർ എന്ന് കാണിച്ച്, അപ്പോൾ രണ്ടാമത് സെയിം വർക്കൗട്ട് സെയിം സ്ഥലത്ത് തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കുറവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് മാറി മാറി നിന്ന് നോക്കുക. അപ്പോൾ കുറവ് കാണിക്കുന്നുണ്ടോ നോക്കുക. അതിനുശേഷം 2 നോട്ടൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ വരും, ചിലപ്പോൾ കുറേ സമയം എടുത്തിട്ടൊക്കെ ആയിക്ക് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വർക്ക് കോഡ് അവിടെ 10 മീറ്ററിൽ കുറവാണെങ്കിൽ അത് ക്ലിക്കാവും. വർക്ക് കോഡ് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മസ്റ്റോൾ നമ്പർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മസ്റ്റോൾ നമ്പർ അവിടെ വന്നതിന് ശേഷം മസ്റ്റോൾ നമ്പറിൽ ആരൊക്കെയാണ് വർക്കിന് ഇറങ്ങിയെന്ന് വെച്ചാൽ അവരുടെ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു കാരണവശാലും തന്നെ തെറ്റാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്താൽ ആ മസ്റ്റോളിലുള്ള എല്ലാവരെയും പേര് അവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതായത് നിങ്ങൾ ആ പേരിൻ്റെ നേരെ വന്നവരുടെ നേരെ മാത്രം ടിക്ക് ചെയ്യുക. വരാത്തവരുടെ നേരെ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. വന്നിട്ടുണ്ടെങ്കിൽ അവരെ നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണിക്കുന്ന ലീല ഗോപാലൻ എന്നൊക്കെ പറയുന്നത് വന്നവരുടെ നേരെ മാത്രം ടിക്ക് അവർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ അതായത് താഴോട്ട് നീക്കുമ്പോഴൊക്കെ തെറ്റ് വരാതെ നോക്കുക. എന്തെങ്കിലും കാരണവശാലൊക്കെ ചിലപ്പോൾ തെറ്റൊക്കെ വരും. താഴോട്ട് നീക്കുമ്പോഴൊക്കെ അറിയാതെ കൈ തട്ടിപ്പോവുക അങ്ങനെയൊക്കെ ചെയ്താൽ ആബ്സെൻ്റ് ഉള്ളവർക്ക് പ്രസൻ്റ് ആവുകയും പ്രസൻ്റ് ഉള്ളവർക്ക് ആബ്സെൻ്റ് ആയി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കറക്റ്റാക്കി തന്നെ ചെയ്യുക. വന്നവരുടെ നേരെ തൊട്ട് ഇപ്പുറത്തായിട്ട് പ്രസന്റ് ആണെങ്കിൽ പി എന്ന് കാണിക്കും, വരാത്തവരുടെ നേരെ ഒന്നും കാണിക്കില്ല. അപ്പോൾ പ്രസന്റ് ടിക്ക് ചെയ്തിട്ട് പി വരുന്നുണ്ടോ നോക്കുക. അത് ഉറപ്പ് വരുത്തുക. നമ്മൾ മുന്നിൽ തന്നെ നിന്നുകൊണ്ടായിരിക്കും ചെയ്യുക. അപ്പോൾ എല്ലാവരും അറിയുന്ന ആൾക്കാരായിരിക്കും അത് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് അല്ലെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മുഖം ഉയർത്തി നോക്കിയാൽ മാത്രം മതി. നിങ്ങളുടെ മുന്നിൽ നിന്നാണ് NMS ചെയ്യുക. അപ്പോൾ ടിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ജസ്റ്റ് അവരുടെ തന്നെയല്ലേ കാണിക്കുന്നതെന്ന് ഒന്ന് നോക്കുക. എന്താ പറയുക, മുന്നിൽ നിൽക്കുന്ന ആള് അവർ തന്നെ അല്ലേ, മാറിപ്പോയിട്ടുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ കാണിക്കുന്ന ക്യാമറൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ലോഗോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് മുന്നായിട്ട് കൺഫേം ഇപ്പോൾ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്യുക. ക്യാമറൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ക്യാമറ ഓപ്പൺ ആയി വരും. അപ്പോൾ തൊഴിലാളികളുടെ ഫോട്ടോ ഇതിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഫോട്ടോ ഇതാക്കുന്നത്. അപ്പോൾ ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക. തൊഴിലാളികളുടെ ഫോട്ടോ മുഖം കാണിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം സേവ് അടിക്കുക. 4 പേരാണ് മൊത്തത്തിൽ വന്ന് 4 പേരാണ് പ്രസന്റ് കൊടുത്തത്. 4 പേര് എന്താ പറയുക, ക്യാമറ എടുത്തതിന് ശേഷം ഒരു ടിക്ക് വരും. ടിക്ക് വന്നതിന് ശേഷം ഓക്കെ കൊടുക്കുക. ആയതിനു ശേഷം സേവ് കൊടുക്കുക.
സേവ് ഓക്കെ കൊടുക്കുക. 9 അതായത് മസ്റ്റോളിൽ എത്ര പേരുണ്ട്, അതിൽ എത്ര പ്രസന്റ് എന്നൊക്കെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇനി ബാക്ക് അടിക്കുക. ക്യാപ്ചർ മസ്റ്റോളിൽ ബാക്ക് അടിക്കുക. ഒന്നും കൂടി ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ആ ക്യാപ്ചർ മസ്റ്റോൾ അറ്റൻഡൻസ് അപ്ലോഡ് അറ്റൻഡൻസ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് തൊട്ട് താഴെ അപ്ലോഡ് അറ്റൻഡൻസ് എന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നേരെ ക്യാപ്ചർ അറ്റൻഡൻസ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മസ്റ്റോൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും കൂടിയാണ് വീഡിയോയിൽ പറയുന്നത്. അത് നിങ്ങൾ എവിടെയാണോ നിന്ന് ജിയോ ടാഗ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ മീറ്റർ കൂടുതലൊക്കെ ആണെങ്കിൽ മീറ്റർ കൂടുതൽ എന്നൊക്കെ കാണിക്കും. അപ്പോൾ അത് കറക്റ്റ് സ്ഥലത്ത് നിന്നിട്ട് മാത്രം ചെയ്യുക. മസ്റ്റോള് വർക്കോഡും സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ മസ്റ്റോളും വർക്കോഡും സെലക്ട് ചെയ്ത് കൊടുക്കുക. വർക്കോഡും മസ്റ്റോൾ നമ്പറും സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് 10 മീറ്ററിൽ കൂടുതലാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിന്ന് നോക്കുക. 10 മീറ്ററിൽ കുറവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് നേരെ സെലക്ട് വർക്കോഡ് എന്നുള്ള സ്ഥലത്ത് വർക്കോഡ് സെലക്ട് ചെയ്യുമ്പോൾ 10 മീറ്ററിൽ കുറവാണെങ്കിൽ ഓൾറെഡി മസ്റ്റോൾ നമ്പർ മാത്രം താഴെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുക, ശ്രമിച്ച് നോക്കുക. അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുകയൊക്കെ ചെയ്യും കിട്ടാൻ വേണ്ടിയിട്ട്. ഇതന്നെ വർക്കോഡ് സെലക്ട് ചെയ്തു നല്ല സമയം എടുക്കുന്നുണ്ട്. വർക്കോഡ് അതൊരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ചെറുങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അതങ്ങനെ ചെയ്ത് നോക്കുക. അത് എന്താ പറയുക 14 മീറ്റർ എന്നുള്ള 11.7 11.28 മാറി നിൽക്കുന്നതിനനുസരിച്ച് കുറയുന്നുണ്ട്. അപ്പോൾ ആ കുറയുന്ന സ്ഥലത്തേക്ക് തന്നെ നീങ്ങി നിന്ന് കൊടുക്കുക. 10.34. അപ്പോൾ ഇനി വർക്കോഡ് സെലക്ട് ചെയ്യുക. മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. വർക്കോഡ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്താൽ അപ്പോൾ ഒരു മസ്റ്റോൾ നമ്പർ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത്. അപ്പോൾ അതിൽ ഉള്ള ആൾക്കാർ പേരും ഫോട്ടോ വേണ്ടിയാണെങ്കിൽ ആ ടിക്ക് കണ്ട കീപ് ഫോട്ടോ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ക്യാമറൻ്റെ തൊട്ട് താഴെ വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ മാറ്റിയെടുക്കാനും പറ്റുന്നതാണ്. ഇനി ആരെങ്കിലും പ്രസൻറ്റോ ആബ്സെൻറ്റോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നേരെ ടിക്ക് ചെയ്താൽ മാത്രമേ. ഇനി ആബ്സെൻറ്റിൻ്റെ കോളത്തിൽ ആബ്സെൻ്റ് ആക്കാം. ഇത് ആ ടിക്ക് ചെയ്തപ്പോൾ ക്യാമറ അവിടെ ഓപ്പൺ ആയി വരും. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോട്ടോ എടുത്ത് ഫോട്ടോ ആൾക്കാരെ മുഖം അവർക്ക് കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഫോട്ടോ അങ്ങനെ എടുത്തത്. അതിനുശേഷം സേവ് കൊടുത്താൽ മാത്രം മതി. പിന്നെ ബാക്ക് അടിച്ചു പോവുക. അപ്ലോഡ് അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അപ്ലോഡ് അറ്റൻഡൻസ് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്തു വെച്ച വർക്കോടും മസ്റ്റോൾ നമ്പറും ലിസ്റ്റ് ചെയ്യും. ഇത് ജിയോ ടാഗ് സ്ഥലത്തൊന്നും വേണ്ട കേട്ടോ. നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്ത് പോയി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തപ്പോൾ എന്താ പറയുക എറർ ഒക്കെ ആയിട്ടെന്ന് കാണിക്കുകയും പിന്നീട് അപ്ലോഡ് ആവാത്ത ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ നല്ല റേഞ്ച് ഉള്ളിടത്തുനിന്ന് മാത്രം ചെയ്യുക. നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തു നിന്ന് മാത്രം ചെയ്യുക. ഈ ഇതിൽ കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെ തൊഴിലാളികൾ ആരാ വന്നെന്നുള്ളത് വരാത്തെന്നുള്ളത് ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ എഡിറ്റ് പോയിട്ട് മാറ്റി ചെയ്യുക. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ഓപ്ഷൻ എനേബിൾ ആവില്ല. എഡിറ്റ് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കറക്റ്റ് ആണോന്ന് ഒന്നും കൂടി ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക. ആരെയും കൂലി നിങ്ങൾ കാരണം കുറഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ NMS എന്തെങ്കിലും തെറ്റ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേറ്റുമാർക്കൊക്കെ 700 രൂപ കൂലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 700 രൂപ തിരിച്ചു പിടിക്കാനാണ് പറയുന്നത്. അതായത് തൊഴിലാളിക്ക് ഒരു കാരണവശാലും കൂലി ഇല്ലാണ്ടായി പോകാണ്ടിരിക്കരുത്. അപ്പോൾ തൊഴിലാളിക്ക് നൽകാൻ മേറ്റിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് തൊഴിലാളികൾക്ക് നൽകാനാണ് ഇപ്പോൾ നിലവിലുള്ള ഉത്തരവൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. NMS കാരണം ഒരാൾക്ക് കൂടിപ്പോകാനോ കുറഞ്ഞു പോകാനോ ഒന്നും കാരണമാവാതിരിക്കുക. ആയതിനു ശേഷം എല്ലാം നല്ലോണം ഉറപ്പ് വരുത്തിയതിനു ശേഷം താഴെ അപ്ലോഡ് എന്ന് പറയുന്നത് കാണിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ജനറേറ്റ് PDF എന്ന് കാണിക്കും. അപ്പോൾ ആ ജനറേറ്റ് PDF ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചെയ്തതൊക്കെ റെഡി ആണെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ അപ്ലോഡ് ആയില്ല എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും അപ്ലോഡ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ജനറേറ്റ് PDF കാണിച്ചിട്ട് അതിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഫയൽ നിങ്ങളുടെ ഡൗൺലോഡിൽ പോയി നിൽക്കുക ചെയ്യാം. അതിനുശേഷം അത് നിങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് അയച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്താണെങ്കിൽ നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്താണ് അറ്റൻഡൻസ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ ഇതാണ് രാവിലെ നിങ്ങൾ ചെയ്യാനുള്ളത്. ഓരോ മസ്റ്റോളും രാവിലെ ചെയ്യാൻ ഇത്ര മാത്രമാണ് ഉള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ഫോണിലെ ആപ്പ് ഓപ്പണാക്കി യൂസർ നെയിം പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ആയതിനു ശേഷം ക്യാപ്ചർ അറ്റൻഡൻസ് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അതിൽ ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്യാപ്ചർ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്യാപ്ചർ ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ഫോട്ടോ എടുത്ത് സേവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം. അറ്റൻഡൻസ് രേഖപ്പെടുത്താനൊന്നും ഉച്ചയ്ക്ക് ശേഷം ഇല്ല. അതിൽ നിങ്ങൾ രാവിലെ ചെയ്ത് വെച്ചത് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുകയാണെങ്കിൽ മാത്രം 4 മണിക്കൂറിന് ശേഷം അവിടെ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും ലിസ്റ്റ് ചെയ്യും. ഇതും നിങ്ങൾ ജിയോ ടാഗ് എവിടെ നിന്നാണ് ചെയ്തതെന്ന് വെച്ചാൽ അതേ സ്ഥലത്ത് നിന്ന് 10 മീറ്റർ പരിധിക്കുള്ളിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കണം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക 10 മീറ്ററിനുള്ളിൽ മാത്രം ഉണ്ടെങ്കിൽ വർക്ക് കോഡ് സെലക്ട് ചെയ്യുമ്പോൾ മസ്റ്റോൾ നമ്പർ അവിടെ ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ വർക്ക് കോഡ് നമ്പറും മസ്റ്റോൾ നമ്പറും കിട്ടുന്നില്ല, കുറച്ച് എന്താ പറയുക 10 മീറ്ററിനുള്ളിൽ പരിധിക്ക് കാണിക്കുന്നില്ലെങ്കിൽ കുറച്ച് മാറി നിന്ന് നോക്കുക. ആയതിനു ശേഷം 10 മീറ്റർ പരിധിക്കുള്ളിലാണെങ്കിൽ അവിടെ മസ്റ്റോൾ നമ്പർ താഴെ ലിസ്റ്റ് ചെയ്യും. ഇതിലിപ്പോൾ 1.4 കിലോമീറ്റർ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷനിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ മസ്റ്റോൾ നമ്പർ വർക്ക് കോഡ് അവിടെ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ക്യാമറേൻ്റെ ഇത് ഓപ്പണായി വരും. അവിടെ ക്യാമറ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓപ്പണായി വരും. ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക. എന്നിട്ട് രാവിലെ ചെയ്ത അപ്ലോഡ് അറ്റൻഡൻസ് എന്ന് പറയുന്നിടത്ത് പോയിട്ട് അപ്ലോഡ് ആഫ്റ്റർനൂൺ ഫോട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമാണ് നിങ്ങളുടെ NMS ആപ്പ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് മറ്റേ മസ്റ്റോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തൊട്ട് മുന്നേ തന്നെ ജനറേറ്റ് PDF എന്ന് പറയുന്നത് PDF ആക്കി വെച്ചാൽ ഇതേ ഫോർമാറ്റിലാണ് വരിക. ഈ വീഡിയോയിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഫോർമാറ്റിലാണ് വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനോട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.